നമസ്കാരം. കാറ്റഡ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 2021 കാറ്റഗറി 2 ഇംഗ്ലീഷിനെ കുറിച്ചായിരിക്കും. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. ഒപ്പം തന്നെ കാറ്റഗറി 1 വീഡിയോ നമ്മൾ 5:15 ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. He was trying to build a useful model. This sentence is in. അയാൾ ഒരു ഉപകാരപ്രദമായിട്ടുള്ളൊരു മോഡൽ നിർമ്മിക്കാൻ ട്രൈ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഈ സെൻറ്റൻസ് ഏതുതരം സെൻറ്റൻസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ദ ആക്റ്റീവ് വോയിസ്, ഓപ്ഷൻ ബി ദ പാസീവ് വോയിസ്, ഓപ്ഷൻ സി ദ പെർഫെക്റ്റ് വോയിസ്, ഓപ്ഷൻ ഡി ആൻ ഇംപെർഫെക്റ്റ് വോയിസ്. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ദ ആക്റ്റീവ് വോയിസ് എന്നുള്ളത്. ഹി വാസ് ട്രൈങ് ടു ബിൽഡ് എ യൂസ്ഫുൾ മോഡൽ എന്നുള്ളത് ആക്റ്റീവ് വോയിസിലാണ്. അടുത്ത ചോദ്യം, ഇൻ്ററാക്ഷണൽ ആക്ടിവിറ്റി ഈസ് ഫെസിലിറ്റേറ്റഡ് ബൈ. ഓപ്ഷൻ എ ലെക്ചേഴ്സ്, ഓപ്ഷൻ ബി റോട്ട് ലേണിംഗ്, ഓപ്ഷൻ സി ഗ്രൂപ്പ് വർക്ക്, ഓപ്ഷൻ ഡി സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ. ഇൻട്രാക്ഷണൽ ആക്ടിവിറ്റി താഴെ പറയുന്നതിൽ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷനിലൂടെ കണ്ണോടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ശരി ഉത്തരം നമുക്ക് മനസ്സിലാവും. ഗ്രൂപ്പ് വർക്കാണ് ഇൻട്രാക്ഷണൽ ആക്ടിവിറ്റി ആയിട്ട് സാമ്യമുള്ളത്. അപ്പോൾ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഗ്രൂപ്പ് വർക്ക് എന്നുള്ളത്. അതാണ് ഇൻട്രാക്ഷണൽ ആക്ടിവിറ്റി ആയിട്ടുള്ളത്. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോകാം. അതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഈ കാറ്റഗറി സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ചാനലിൽ ദിവസം 3 വീഡിയോകൾ വീതം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാറ്റഗറി 2, കാറ്റഗറി 1 നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് കിടക്കാം. ഐ റിസോൾവ്ഡ് ടു ഒബ്റ്റെയിൻ എ കോപ്പി അറ്റ് ദ ഏർലിയസ്റ്റ്. Replace the italicized word with the most appropriate alternative. റിസോൾവ് എന്നുള്ള ഈ റിസോൾവ് ടു ഒബ്റ്റെയിൻ എ കോപ്പി അറ്റ് ദ ഏർലിയസ്റ്റ്, ഈ ഒരു കോപ്പി ഏറ്റവും മുൻപ് എനിക്ക് കിട്ടാൻ വേണ്ടി ലഭിക്കണം വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ റിസോൾവ് എന്നുള്ള വാക്കിനെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാക്കുകൊണ്ട് റീപ്ലേസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം നമുക്ക്. ഓപ്ഷൻ എ കാൽക്കുലേറ്റഡ്, ഓപ്ഷൻ ബി ഡിസൈഡഡ്, ഓപ്ഷൻ സി ആൻസേർഡ്, ഓപ്ഷൻ ഡി റിക്വസ്റ്റഡ്. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഡിസൈഡഡ് എന്നുള്ളത്. ഡിസൈഡഡ് എന്നുള്ള വേർഡ് റിസോൾവ് ആയിട്ട് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഐ റിസോൾവ്ഡ് അല്ലെങ്കിൽ ഐ ഡിസൈഡഡ് ടു ഒബ്റ്റെയിൻ എ കോപ്പി അറ്റ് ദ ഏർലിയസ്റ്റ്. ഞാൻ ആ കോപ്പി ഏറ്റവും മുൻപ് കൈക്കലാക്കാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ വേണമെങ്കിൽ മലയാളത്തിൽ നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അടുത്ത ചോദ്യത്തിലൂടെ നമുക്ക് നീങ്ങാം. മദർ ടങ് ഇൻ്റർഫിറൻസ് ഈസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഡാഷ്. മദർ ടങ് ഏതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ L1 on L2, ഓപ്ഷൻ ബി L2 on L1, ഓപ്ഷൻ സി L1 and L2 on each other, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജിനാണോ അതോ സെക്കൻഡ് ലാംഗ്വേജ് ഫസ്റ്റ് ലാംഗ്വേജിനാണോ അഥവാ സെക്കൻഡ് ലാംഗ്വേജും ഫസ്റ്റ് ലാംഗ്വേജും ഒരുമിച്ചാണോ എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഈ മദർ ടങ് ഏതിനാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ശരി ഉത്തരം എന്ന് പറയുന്നത് നമുക്കറിയാം, മദർ ടങ് ആണ് നമ്മുടെ ലാംഗ്വേജ് 1. ലാംഗ്വേജ് 1 ആണ് ഈ ലാംഗ്വേജ് 2 ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ. നമ്മൾ ഈ ക്രിയ ബേസ് ചെയ്തിട്ടുള്ള ഭാഷാ പഠനം അല്ലെങ്കിൽ ഭാഷാ അധ്യാപനം ഏതുമായിട്ട് ബന്ധപ്പെട്ടു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ട്രഡീഷണൽ അപ്രോച്ച്, ഓപ്ഷൻ ബി കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്, ഓപ്ഷൻ സി ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച്, ഓപ്ഷൻ ഡി കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച്. ശരി ഉത്തരം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചാണ്. ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലൂടെ നമുക്ക് നീങ്ങാം. The language was superb. Dash. Choose the most appropriate question tag. Question tag കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ was it, ഓപ്ഷൻ ബി weren't it, ഓപ്ഷൻ സി won't it, ഓപ്ഷൻ ഡി wasn't it.
ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, വാസ് ഇൻ ഇറ്റ് എന്നുള്ളത്. ദ ലാംഗ്വേജ് വാസ് സൂപ്പർ, വാസ് ഇൻ ഇറ്റ്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ ടാഗിലുള്ള ശരിയായിട്ടുള്ള പദം. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് നീങ്ങാം. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ക്യാൻ ബി യൂസ് ടു ടെസ്റ്റ്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റൈറ്റിംഗ് എബിലിറ്റി, ഓപ്ഷൻ ബി സ്പീക്കിംഗ് സ്കിൽസ്, ഓപ്ഷൻ സി ലീഡർഷിപ്പ് ക്വാളിറ്റി, ഓപ്ഷൻ ഡി റീഡിംഗ് കോംപ്രിഹെൻഷൻ. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്നുള്ളത്. അതാണ് നമ്മൾ ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൂടി അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് കുട്ടിയുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഓപ്പൺ എഡ്യൂക്കേഷണൽ റിസോഴ്സസ് ആർ അവൈലബിൾ. നമുക്ക് ഈ വിദ്യാഭ്യാസപരമായിട്ട് കുറേ തുറന്ന റിസോഴ്സസ് ഉണ്ട്. അവ നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്, അഥവാ എന്ത് പൈസ കൊടുത്തിട്ടാണോ എന്നുള്ളതൊക്കെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ എ ഫ്രീ, ഓപ്ഷൻ ബി ഇൻ ദ ബ്ലാക്ക് മാർക്കറ്റ്, ഓപ്ഷൻ സി അറ്റ് ദ പ്രീമിയം, ഓപ്ഷൻ ഡി ഓൺ എക്സ്ചേഞ്ച് ഓൺലി. ചോദ്യം സൂചിപ്പിക്കുന്നത് തന്നെ പറഞ്ഞാൽ തുറന്ന വിദ്യാഭ്യാസപരമായിട്ടുള്ള റിസോഴ്സസ് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഓപ്പൺ റിസോഴ്സസ് ആകുമ്പോൾ അത് സൗജന്യമായിരിക്കും. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഫ്രീ ആണ്. ഇതേപോലത്തെ ഈ തുറന്ന അല്ലെങ്കിൽ ഓപ്പൺ എഡ്യൂക്കേഷണൽ റിസോഴ്സസ് ഒക്കെ നമുക്ക് സൗജന്യമായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ചോദ്യം. ഐ വാസ് ഡൂയിങ് എ ട്രെമൻഡസ് എമൗണ്ട് ഓഫ് റീഡിങ്. ദ വേർഡ് ട്രെമൻഡസ് ഈസ് ഡാഷ്. ഓപ്ഷൻ എ നൗൺ, ഓപ്ഷൻ ബി എ വെർബ്, ഓപ്ഷൻ സി ആൻ അഡ്ജക്റ്റീവ്, ഓപ്ഷൻ ഡി ആൻ ആഡ്വർബ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ആൻ അഡ്ജക്റ്റീവ് എന്നുള്ളത്. ഐ വാസ് ഡൂയിങ് എ ട്രെമൻഡസ് എമൗണ്ട് ഓഫ് റീഡിങ്. ഞാൻ ധാരാളം വായിക്കാറുണ്ട് എന്നുള്ളതെന്ന് പറയുന്നത് അതിൽ ഈ ട്രെമൻഡസ് എന്നുള്ള വാക്കെന്ന് പറയുന്നത് അർത്ഥമാക്കുന്നതെന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവിനെയാണ്. അടുത്ത ചോദ്യം. മൈ ഫീലിംഗ് ഫോർ ഹെർ were not affectionate. The italicized word can be replaced by. ഈ അഫെക്ഷനേറ്റ് എന്നുള്ള വാക്കിനെ നമുക്ക് താഴെ നൽകിയിരിക്കുന്ന ഏതൊക്കെ പദം ഉപയോഗിച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അഫക്റ്റഡ്, ഓപ്ഷൻ ബി എഫക്റ്റീവ്, ഓപ്ഷൻ സി ഹോപ്പിംഗ്, ഓപ്ഷൻ ഡി ലവിങ്. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ലവിങ് എന്നുള്ളത്. മൈ ഫീലിങ്സ് ഫോർ ഹെർ വാസ് നോട്ട് ലവിങ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ നമുക്ക് അങ്ങനെ ഈ അഫെക്ഷനേറ്റ് എന്നുള്ള വാക്കിനെ മാറ്റി എഴുതാൻ സാധിക്കുന്നു. അടുത്ത ചോദ്യം. ലാഡ് സ്റ്റാൻഡ്സ് ഫോർ അഥവാ LAD സ്റ്റാൻഡ്സ് ഫോർ. ഇതിൻ്റെ അബ്രിവേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലേണർ അസിസ്റ്റിംഗ് ഡിവൈസ്, ഓപ്ഷൻ ബി ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, ഓപ്ഷൻ സി ലാംഗ്വേജ് അസിസ്റ്റിംഗ് ഡിവൈസ്, ഓപ്ഷൻ ഡി ലാംഗ്വേജ് എബിലിറ്റി ഡിവൈസ്. നമ്മൾ ഇംഗ്ലീഷിൽ ഇത് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുള്ള LAD എന്ന് പറയുന്നത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസിന് ഇതാണ് ഷോർട്ടായിട്ടുള്ള ഇതെന്നാണ് ഈ ലാഡ് എന്നുള്ളത്. അടുത്ത ചോദ്യം. പാർട്ട് ഓഫ് സ്പീച്ച് ഈസ് എ റെലവൻറ്റ് കാറ്റഗറി ഇൻ ഡാഷ്. പാർട്ട് ഓഫ് സ്പീച്ച് എന്നാണ് താഴെ നൽകുന്ന ഏതിലാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കണ്ടംപററി ഗ്രാമർ, ഓപ്ഷൻ ബി ട്രഡീഷണൽ ഗ്രാമർ, ഓപ്ഷൻ സി TC ഗ്രാമർ, ഓപ്ഷൻ ഡി ഫിലിം ഗ്രാമർ. പാർട്ട് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ട്രഡീഷണൽ ഗ്രാമറിന് റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ട്രഡീഷണൽ ഗ്രാമർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിദ്യാലയങ്ങളിലൊക്കെ പഠിപ്പിക്കുന്ന തരത്തിലുള്ള ഗ്രാമറുകളെയാണ് ഈ ട്രഡീഷണൽ ഗ്രാമർ എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്പോക്കൺ ഇംഗ്ലീഷ് സോഴ്സ് ഫോർ സ്റ്റുഡൻറ്റ് ഈസ് ഡാഷ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് സോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ടെക്സ്റ്റ് ബുക്ക് കണ്ടൻറ്റ്, ഓപ്ഷൻ ബി ക്ലാസ് നോട്ട്സ്, ഓപ്ഷൻ സി ടീച്ചർ ടോക്ക്, ഓപ്ഷൻ ഡി ന്യൂസ് പേപ്പേഴ്സ്.
ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ടീച്ചർ ടോക്ക് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് സോഴ്സ് എന്ന് പറയുന്നത് കുട്ടികൾക്കുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയാണ് ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മളവയെല്ലാം നോക്കിയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലിൽ എന്തൊക്കെ വീഡിയോകളാണ് കൂടുതൽ കാണണമെന്ന് ആഗ്രഹമുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി നമ്മളതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ കാറ്റഗറി 2 ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഡെയിലി എല്ലാ ദിവസവും നമ്മൾ 1:45 ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടാതെ നിങ്ങൾക്ക് ഈ ചാനലിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ കാറ്റഗറി 2 ഇംഗ്ലീഷിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 5:15 തന്നെ കാറ്റഗറി 1 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ 2 കാറ്റഗറി 1 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. രാവിലെ 8:15 വൈകുന്നേരം 5:15. കാറ്റഗറി 2 കുറച്ച് ദിവസമായിട്ട് 2:15 ആയിട്ട് 1:45 അപ്ലോഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുള്ളത്. അവ കുറച്ച് ലാഗ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്ലോഡ് ചെയ്യാതെ. അപ്പോൾ അത് നമ്മൾ ഇന്ന് മുതൽ പരിഹരിക്കുന്നുണ്ട്. ഇന്ന് മുതൽ കാറ്റഗറി 2 വീഡിയോകൾ കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത്രയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. താങ്ക് യു.